CMRL വീണ്ടും പരിശോധന. ആലുവയിലെ ഓഫീസിലാണ് SFIO പരിശോധന നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ദുരൂഹ ഇടപാടുകളിലാണ് പരിശോധന. വിവരങ്ങളുമായി കിരൺ ചേരുന്നുണ്ട്. കിരൺ, എന്തായാലും കുടുക്കുമുറുകയാണ് ഇതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെയും. കാരണം CMRL നേരത്തെ നടത്തിയ പരിശോധനയിൽ കിട്ടിയത് നിർണായക രേഖകളും പരസ്പര വിരുദ്ധമായ മൊഴിയും എന്നൊക്കെയുള്ള സൂചനകൾ കിട്ടിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ പരിശോധന നടക്കുകയാണ്. കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സൂചനകൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇതിപ്പോൾ തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് CMRLന്റെ ഓഫീസിൽ SFIO സംഘത്തിന്റെ പരിശോധന നടക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്നാണ് നേരത്തെ ഈ പരിശോധന നടന്നത്. അതായത് SFIO സംഘത്തിന് അന്വേഷണം കൈമാറുകയും പിന്നീട് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ ഏകദേശം 9 മണിക്കൂറോളം നീണ്ടുനിന്ന പരിശോധനയാണ് ഇവിടെ നടന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇന്നിപ്പോൾ വീണ്ടും പരിശോധന നടത്തുന്നത്. ഇന്നലത്തെ പരിശോധനയിൽ ചില രേഖകൾ അടക്കം ഇവിടെ നിന്നും പിടികൂടിയിരുന്നു. കൂടാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഈ പരിശോധന നടത്തുന്ന സമയത്ത് ഇവിടെയുള്ള ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും തന്നെ മൊബൈൽ ഉപയോഗിക്കാനും അല്ലെങ്കിൽ മറ്റ് രീതിയിലൊന്നും തന്നെ ബന്ധപ്പെടാനോ ഒന്നും തന്നെ അനുവദിക്കാത്ത തരത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ഏതായാലും ഇപ്പോൾ വീണ്ടും പരിശോധന നടക്കുകയാണ്. 1.72 കോടി രൂപ ആണ് ഈ CMRL ഈ വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയത് എന്നുള്ളൊരു കണ്ടെത്തലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന്റെ കൃത്യമായ പ്രൂഫ് അടക്കം വെളിപ്പെടുത്താനായിട്ട് CMRLന് കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ SFIയുടെ പരിശോധന ഒരുപക്ഷെ വളരെ നിർണായകമായിരുന്നു. ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലുമായിരിക്കുമല്ലോ. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ ജീവനക്കാരുടെ മൊഴിയെടുത്തതിൽ നിന്ന് പരസ്പര വിരുദ്ധമായ മൊഴികൾ ലഭിച്ചു എന്നുള്ള സൂചനകൾ കിട്ടുന്നത്. കിരൺ, എന്തായാലും അടുത്തതായി കമ്പനിയുടെ ഡയറക്ടർമാരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് കൂടി ചോദ്യം ചെയ്യലെത്താനുള്ള സാഹചര്യം. ഒപ്പം തന്നെ ED ഉദ്യോഗസ്ഥരും ഇന്നലെ നടത്തിയ പരിശോധനയിലൊക്കെ പങ്കാളികളായിരുന്നു. ഇന്നും അവർ ഒപ്പം ഉണ്ടാകുമെന്ന് കരുതുന്നു. ഈ പിടിച്ചെടുത്ത രേഖകൾ ED കൂടി പരിശോധിക്കും. അവരുടെ അന്വേഷണ പരിധിയിൽ കൂടി അല്ലെങ്കിൽ അവരും ഈ വിഷയത്തിൽ കേസെടുക്കുമെന്നൊക്കെയുള്ള സാഹചര്യം കണക്കിലെടുത്താണ് നമുക്ക് ഈ കുരുക്ക് കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുകയാണെന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. തീർച്ചയായും ലക്ഷ്മി, ഇന്നലെ ഈ പരിശോധന നടത്തുന്ന സമയത്ത് ED ഉദ്യോഗസ്ഥരും SFIO സംഘത്തിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പരിശോധന പെട്ടെന്നുള്ളൊരു പരിശോധനയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു SFIO സംഘത്തിന് ഈ അന്വേഷണത്തിന് കൈമാറിയിരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ പെട്ടെന്നൊരു ദിവസം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പരിശോധന ഇന്നലെ നടന്നത്. ഇന്നലെ പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കാർക്കും തന്നെ ഫോൺ ഉപയോഗിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് അധികം രേഖകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ മാറ്റിയിട്ടുണ്ടാവാൻ കഴിയില്ല, അല്ലെങ്കിൽ മാറ്റാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ഏതായാലും SFIO സംഘത്തിന് ഉള്ളത്. ഇന്നലെ ഇവർ പിരിഞ്ഞതിന് ശേഷവും ഈ ഓഫീസും പരിസരങ്ങളെല്ലാം തന്നെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വീണ്ടും ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഓഫീസ് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ, അതായത് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയം മുതൽ തന്നെ SFIO സംഘവും എത്തി ഏതായാലും ഇവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള, അതായത് അവിടുത്തെ ജീവനക്കാരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സമയത്ത് ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൊഴിയിലും വലിയൊരു വൈരുദ്ധ്യം തന്നെയാണ് SFIO സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ ഈ പരിശോധനയിൽ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കമ്പനിയുടെ മറ്റ് ആളുകൾ, അതായത് ഡയറക്ടർമാരടക്കമുള്ള ആളുകളിലേക്ക് കൂടി ഏതായാലും അന്വേഷണം എത്തും. കൂടാതെ തന്നെ എക്സാലോജിക്കിന്റെയും മായി ബന്ധപ്പെട്ട് ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്ക് അടക്കം ഈ അന്വേഷണം എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.